മത്തങ്ങ പുഡിംഗ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. രണ്ട് രീതിയിലാണ് ഇവിടെ മത്തങ്ങ പുഡിംഗ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിന് വേണ്ടി 2 മത്തങ്ങ എടുക്കാം. മത്തങ്ങ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതിന് ശേഷം അരച്ചെടുത്തതും അരയ്ക്കാതെ തന്നെ ചെറിയ പീസുകളായിട്ട് മുറിച്ചിട്ടുമാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിന് വേണ്ടി 1/2 കപ്പ് അരിപ്പൊടി എടുക്കാം. കുറച്ച് ബദാം ചൂടുവെള്ളത്തിലിട്ട് കുതിർത്തിയെടുക്കണം. മത്തങ്ങ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ആ നടുക്കുള്ള ഭാഗം മാറ്റി തൊലിയൊക്കെ മാറ്റി ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഇതിലേക്ക് 1 കപ്പ് മിൽക്ക് പൗഡർ വേണം. 1/2 കപ്പ് പഞ്ചസാര, 1 ടേബിൾ സ്പൂൺ നെയ്യ്, 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയുമാണ് ഇതിനു വേണ്ടി ചേർക്കുന്നത്. മത്തങ്ങ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതിന് ശേഷം ഇത് അരച്ചെടുത്തിട്ടാണ് ആദ്യം ഉണ്ടാക്കിയെടുക്കുന്ന പുഡിങ്ങിന് വേണ്ടിയിട്ട് ചെയ്യുന്നത്. രണ്ടാമത് ഉണ്ടാക്കുന്നതിനായിട്ട് ചേരുവകളൊക്കെ സെയിം തന്നെയാണ്. മത്തങ്ങ ചെറിയ പീസുകളായിട്ട് മുറിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ്. ആദ്യം ഇതൊക്കെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. മത്തങ്ങ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം 1 കപ്പ് മിൽക്ക് പൗഡർ, 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കലക്കിയെടുക്കാം. ഏലക്കാപ്പൊടി, 1 ടേബിൾ സ്പൂൺ നെയ്യ്, 1/2 കപ്പ് പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ബദാമിൻ്റെ തൊലിയൊക്കെ മാറ്റി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി ചേർത്ത് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അരച്ചെടുത്ത മാവ് നെയ്യ് തടവി വെച്ചിരിക്കുന്ന ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് ആവിയിൽ വേവിച്ചെടുക്കാം. വെള്ളം നന്നായിട്ട് ചൂടായതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഒരു പാത്രം വയ്ക്കാം. മിക്സ് ഒഴിച്ച പാത്രം വെച്ച് അടച്ചു വെച്ച് ഇതൊരു പകുതി സെറ്റാവുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം. അതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് പകുതി സെറ്റായതിന് ശേഷം കുറച്ച് ബദാം നുറുക്കിയത് മുകളിൽ വിതറി കൊടുക്കാം.
ബദാം വിതറിയതിന് ശേഷം വീണ്ടും ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഇതിപ്പോൾ ഒരു പകുതി സെറ്റേ ആയിട്ടുള്ളൂ. നന്നായിട്ട് വേവുന്നത് വരെ ഒന്ന് അടച്ചു വയ്ക്കാം. നന്നായിട്ടിത് വെന്തിട്ടുണ്ട്. ഇത് ഫോർക്ക് വെച്ചൊന്ന് കുത്തി നോക്കാം. ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ചൂട് മാറിയതിന് ശേഷം ഇത് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കണം. അടുത്തത് മുഴുവനായിട്ട് തന്നെ മത്തങ്ങ അരച്ചെടുക്കാതെ ആവിയിൽ വേവിച്ചെടുക്കാനായിട്ട്. ചേരുവകളൊക്കെ സെയിം തന്നെയാണ്. ഈ മത്തങ്ങ ചെറിയ പീസുകളായിട്ട് മുറിച്ചിട്ടിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇഡ്ഡലി തട്ടിൽ വെച്ചത് ആവിയിൽ വേവിച്ചെടുക്കാം. ഇതും വെന്തിട്ടുണ്ട്. തണുക്കാനായിട്ട് ചൂട് മാറുന്നത് വരെ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് ഇതൊന്ന് തണുപ്പിച്ചെടുക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം.